നമ്മുടെ പ്ലാവിൽ നിന്ന് പറിച്ച ചക്കയാണ്. ഇനി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനെല്ലാം അടത്തി വെച്ചേക്കുവാണ്. നമുക്കിത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിലോട്ട് വെക്കാം. ഞാൻ ലേശം ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത്. ശകലം കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇനി ഇത് അടുപ്പിലോട്ട് വെക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ശകലം മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകുണ്ട്, ഇച്ചിരി വെളുത്തുള്ളി, ശകലം കുരുമുളക് ചതച്ചത്, ശകലം ജീരകമുണ്ട്. നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ചതച്ചടിച്ചിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർക്കാം. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് അരപ്പ് ചേർക്കാവേ. അരപ്പെല്ലാം ചേർത്ത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നത് എൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായിട്ട്, അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടാണ് ചേർക്കുന്നത്. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതൊന്ന് വേവട്ടെ. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാം. ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നമ്മൾ ആട്ടിയ മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചക്കപ്പുഴുക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് വിളമ്പാം. അങ്ങനെ ചക്കപ്പുഴുക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ കഴിക്കാനായിട്ട് ഒരു കണ്ണിമാങ്ങാച്ചാറും ഇച്ചിരി മീൻകറിയും ഉണ്ട്, ഒരു കോഫിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്